മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാറിന്റെ മരണത്തിനിടയാക്കിയ വിമാനാപകടത്തിൽ അന്വേഷണം തുടങ്ങി. എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഡൽഹിയിലെ വിമാന കമ്പനിയുടെ ഓഫീസിൽ AAIB ഉദ്യോഗസ്ഥർ എത്തി. ദൃശ്യപരിധി കുറഞ്ഞതാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഇന്ന് രാവിലെ 8:45 വിമാനം തകർന്നു വീണ് അജിത് പവാർ ഉൾപ്പെടെ 5 പേർ മരിച്ചത്. ശ്രീനാഥ് ചന്ദ്രൻ ചേരുന്നുണ്ട് ബാരാമതിയിൽ നിന്ന് വിവരങ്ങളുമായി. ശ്രീനാഥ്, ഈ അന്വേഷണം ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുകയാണ്. അന്വേഷണത്തിൽ നിന്ന് പ്രധാനമായും പരിശോധിക്കുന്നത് എന്തൊക്കെയാണ്? ഇതിപ്പോൾ കാഴ്ച പരിധി കുറഞ്ഞതാണ് ഇത്തരത്തിലൊരു അപകടത്തിന് ഇടയാക്കിയതെന്നുള്ള ആ പ്രാഥമിക നിഗമനത്തിൽ തന്നെ നിൽക്കുകയാണോ ഇപ്പോഴത്തെ വിവരങ്ങൾ അനുസരിച്ച്? പ്രവിത, ഞാനിപ്പോൾ ഉള്ളത് ഈ ദുരന്ത ഭൂമിയിലാണ്. ബാരാമതിയിലെ വിമാനത്താവളത്തിലാണ്. വിമാനത്താവളത്തിലെ റൺവേയോട് ചേർന്നുകൊണ്ടാണ് ഇപ്പോൾ താഴ്ന്ന ഭാഗത്തായി ഈ താഴ്ന്ന പ്രദേശത്ത് ഇപ്പോൾ വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ മാത്രം നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. വിമാനത്തിന്റെ ഒരു വാൽഭാഗം കാണാം. മുന്നിലെ ഏറ്റവും മുൻഭാഗത്തുണ്ടായിരുന്ന ചില ഭാഗങ്ങളും ഒഴികെ ബാക്കിയെല്ലാം കത്തി നശിച്ചു, കത്തി അമർന്നു എന്ന് തന്നെ പറയാം. യാത്രക്കാരുണ്ടായിരുന്ന ഭാഗമൊക്കെ തന്നെ പൂർണ്ണമായി കത്തി അമർന്നിട്ടുണ്ട്. എഞ്ചിന്റെയും ചില ഭാഗങ്ങൾ മാത്രമാണ് നമുക്കിപ്പോൾ കാണാൻ വേണ്ടി കഴിയുന്നത്. അങ്ങനെ ഒരു തീഗോളമായി രാവിലെ 8:45 വിമാനം മാറി എന്നതാണ് നമുക്കിവിടെ വന്നപ്പോൾ ഈ ദൃശ്യങ്ങൾ നേരിട്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. മാത്രമല്ല, ഞാൻ അല്പസമയം മുമ്പ് ഇവിടത്തെ സമീപവാസിയായ ഒരു സ്ത്രീയോട്, അവരാണ് ഈ സംഭവത്തിലെ ദൃക്സാക്ഷി, അവരും അവരുടെ കുടുംബാംഗങ്ങളും ഇവിടെയുണ്ട്, ആ കുടുംബത്തോട് ഞാൻ ചെന്ന് കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. അവർ പറഞ്ഞത് ഒരു തീഗോളമായി വന്ന് പതിക്കുകയായിരുന്നു വിമാനം എന്നതാണ്. മാത്രമല്ല, അതിന്റെ ലാൻഡിംഗ് കണ്ടപ്പോഴേ ഒരു പ്രശ്നം ഞങ്ങൾക്ക് തോന്നിയതാണ്. ഒരു ബാലൻസ് ഇല്ലാതെ വിമാനം നിലതെറ്റി വരുന്നതായാണ് ഞങ്ങൾ കണ്ടത് എന്നവർ പറയുന്നുണ്ട്. അങ്ങനെ ഒരു തീഗോളമായി വിമാനം മാറുകയായിരുന്നു. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നേരത്തെ തുടക്കത്തിൽ വന്ന റിപ്പോർട്ടുകളിൽ റൺവേയിൽ ലാൻഡ് ചെയ്ത് അവിടെ നിന്ന് തെന്നിമാറി താഴേക്ക് പതിച്ചു എന്നതായിരുന്നു റിപ്പോർട്ടുകൾ. പക്ഷേ ഇവിടെ നിൽക്കുമ്പോൾ റൺവേയുടെ തുടക്ക ഭാഗത്ത് തന്നെയാണ് അല്പം മാറി വിമാനം കിടക്കുന്നത്. അതായത് റൺവേയിൽ വിമാനം ടച്ച് ചെയ്തിട്ടില്ല, നിലം തൊട്ടിട്ടില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. റൺവേ എന്ന് തെറ്റിദ്ധരിച്ച് പൈലറ്റ് വിമാനം മറ്റൊരിടത്ത് ഇടിച്ചിറക്കിയതാകാനുള്ള സാധ്യത ഒരു വശത്തുണ്ട്. അതിന് കാഴ്ചാപരിധി അടക്കമുള്ള പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടായി മുന്നിൽ വന്നിരിക്കാം എന്നതാണ് ഒരു വാദം. രണ്ടാമത്തേത്, വിമാനത്തിന് എന്തെങ്കിലും സാങ്കേതിക തകരാറുണ്ടോ എന്നതും അറിയേണ്ടിയിരിക്കുന്നു. ഈ കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു വ്യക്തത വരണമെങ്കിൽ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ റിപ്പോർട്ട്, അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരേണ്ടിയിരിക്കുന്നു. പ്രവിത, AAIB അന്വേഷണം തുടരുകയാണ്. ഇപ്പോൾ ബാരാമതിയിൽ നിന്നുള്ള വിവരങ്ങളാണ് ശ്രീനാഥ് ചന്ദ്രൻ പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.